ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ് ഓഫ് GST അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST. CGST ലെവിയും കളക്ഷനും പറയുന്നത് സെക്ഷൻ 9 ഓഫ് CGST ആക്ടിലാണ് CGST കളക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. IGST കളക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നത് സെക്ഷൻ 5 ഓഫ് IGST ആക്ടിലാണ് ഇത് പറയുന്നത്. IGST കളക്ഷനെ പറ്റി പറയുന്നത് മാക്സിമം റേറ്റ് ഓഫ് CGST 20%, മാക്സിമം റേറ്റ് ഓഫ് IGST 40% ആണ്. അപ്പോൾ ഒരു ഐറ്റത്തിന് മാക്സിമം റേറ്റ് GST റേറ്റ് 40% ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഐറ്റത്തിന്. ഇതാണ് CGST റേറ്റ് 20%. അപ്പോൾ CGST 20, SGST 20, അപ്പോൾ 20 + 20 40. അപ്പോൾ അങ്ങനെയാണ് ഇത് IGST 40 ആകുന്നത്. അപ്പോൾ ഇത് പെട്രോൾ, അതാണ് ഇപ്പോൾ എപ്പോഴും പെട്രോൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ പെട്രോളിന് മാക്സിമം റേറ്റ് 40% ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു ഐറ്റം കൊണ്ടുവന്നാലും. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് ബോത്ത് ഇന്റർസ്റ്റേറ്റ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് ആർ ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 15 ഓഫ് CGST ആക്ട്. ഇത് ഒരു വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് സെക്ഷൻ 15 പ്രകാരമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താ പഠിക്കും, വാല്യുവേഷൻ ഓഫ് സപ്ലൈ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഈ സെക്ഷൻ നമ്പർ 15 ഓർത്തിരിക്കുക. വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് ഓഫ് ബോത്ത് ഇന്റർസ്റ്റേറ്റ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 15 ഓഫ് CGST ആക്ട്. IGST on import of services would be leviable under the IGST Act. IGST on import of service ചെയ്യാൻ നേരത്തുള്ള IGST ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ the levy of IGST on import of goods would be levied under the Customs Act 1962 read with the provisions of section 3 of the Customs Tariff Act 1975. ഇത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ചെയ്യാൻ നേരത്തുള്ള IGST കളക്ഷൻ കസ്റ്റംസ് ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് റീഡ് വിത്ത് പ്രൊവിഷൻ സെക്ഷൻ നമ്പർ 3 ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975. IGST ആക്ടിലല്ല ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് കസ്റ്റംസ് ആക്ടിലാണ് ഈ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന്റെ കേസിൽ പറഞ്ഞിരിക്കുന്നത്, IGST കളക്ഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, CGST or IGST on supply of the following items has not been levied. It shall be levied with effect from the date as may be notified by the government on the recommendation of the council. Section 9 subsection 2 പറയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 5 ഐറ്റം ഇതുവരെ GSTയുടെ പരിധിയിൽ വന്നിട്ടില്ല. ഇത് ഗവൺമെന്റ് എന്നാണോ റെക്കമെൻഡ് ചെയ്യുന്നത്, ഗവൺമെന്റ് എന്നാണോ അത് ഡിസൈഡ് ചെയ്യുന്നത്, അന്ന് മുതലേ ഇത് ഇത്ര ഐറ്റം GSTയുടെ പരിധിയിൽ വരുള്ളൂ. അത് ഒന്ന് പെട്രോളിയം ആൻഡ് ക്രൂഡ് ഓയിൽ, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പെട്രോള്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. അപ്പൊ ഇത്ര ഐറ്റംസ് ഭാവിയിൽ GSTയുടെ പരിധിയിൽ പെടും. നിലവിൽ GSTയിൽ വന്നിട്ടില്ല. ഇത് GSTയുടെ പരിധിയിൽ വരാത്ത ഒരേ ഒരു ഐറ്റം ഉള്ളു, അത് ലിക്കറാണ്. ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ ആണ് GSTയുടെ പരിധിയിൽ വരാത്തത്. ബാക്കിയെല്ലാം GSTയുടെ പരിധിയിൽ വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് കേസാണ് റിവേഴ്സ് ചാർജ് കേസ്. റിവേഴ്സ് ചാർജ് എന്ന് വെച്ചാൽ ജനറലി ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് ലൈബിൾ ടു പേ GST. However, under the reverse charge mechanism, the liability to pay GST is cast on the recipient of the goods or services. അപ്പോൾ ഈ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി സപ്ലയർ GST കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിലേക്ക് അടക്കും. പക്ഷേ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞ റെസിപ്പിയന്റ് ആണ് GST അടക്കേണ്ടത്. അപ്പൊ സപ്ലയർ അല്ല, റെസിപ്പിയന്റ് ആണ് GST അടക്കേണ്ടത്. അപ്പൊ ചില ആക്ടിവിറ്റീസ് GSTയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ഇങ്ങനെ റിവേഴ്സ് ചാർജ് അടക്കണമെന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The supply of such goods or services or both as notified by the government on the recommendation of the GST Council. അപ്പോൾ ഗവൺമെന്റ് ഏത് സമയത്തുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ റെക്കമെൻഡേഷൻ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ട് ഗവൺമെന്റിന് അത് നോട്ടിഫൈ ചെയ്ത് ഏത് ഗുഡ്സ് വേണമെങ്കിലും പരിധിയിലേക്ക് കൊണ്ടുവരാം, റിവേഴ്സ് ചാർജിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാം. പിന്നെ സപ്ലൈ ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബൈ ആൻ അൺരജിസ്റ്റേർഡ് സപ്ലയർ ടു സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ആസ് നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി GST കൗൺസിൽ.
ഈ ഒരു കേസ് പറയുന്നത് വെച്ചാൽ ചില സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് ഉണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ 5000 എബോ 5000 എബോ ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറിന്റെ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചാർജ് അടക്കണമെന്നായിരുന്നു. ആ ലോ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അങ്ങനത്തെ ഒരു നിലവിൽ ആ ഒരു ലോ ഇല്ല. ഇപ്പോഴുള്ള സ്പെഷ്യൽ കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ സർവീസസിന്റെ കേസിൽ മാത്രമാണ് ഈ ഒരു കേസ് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സിമെന്റ് മെയിൻലി സിമെന്റും ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസിന്റെ കേസാണ് ഇതിനകത്ത് മെയിൻലി പറയുന്നത്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ടൈപ്പ് ഓഫ് റിവേഴ്സ് ചാർജ് സിനാരിയോസ്. The supply of specified categories of goods or services covered by Section 9(3) of CGST Act and 5(3) of IGST Act. അപ്പോൾ ഇതിനകത്ത് നോക്കണം, സെക്ഷൻ 9 സബ്സെക്ഷൻ 3 ഓഫ് CGST ആക്ടും സെക്ഷൻ 5 സബ്സെക്ഷൻ 3 ഓഫ് IGST ആക്ടിലാണ് റിവേഴ്സ് ചാർജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ സപ്ലൈ ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറീസ് ഓഫ് ഗുഡ്സ്, ആ കൺസ്ട്രക്ഷൻ സർവീസസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 9(4) സെക്ഷൻ 5(4) ഓഫ് IGST ആക്ട്. 9(4) CGST ആക്ടിലും 5(4) IGST ആക്ടിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഗുഡ്സ്, ഫസ്റ്റ് നമുക്ക് ഗുഡ്സ് നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം സെക്ഷൻ 9 സബ്സെക്ഷൻ 3 ഓഫ് CGST ആക്ട്. പിന്നെ ഫസ്റ്റ് കേസ് വരുന്നത് കാറ്റഗറി ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, പിന്നെ സപ്ലൈ ഓഫ് സർവീസ്, റെസിപ്പിയന്റ് ഓഫ് സർവീസസ്. അപ്പോൾ ഈ റിവേഴ്സ് ചാർജിൽ എപ്പോഴും റെസിപ്പിയന്റ് ആണ് അടക്കേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് നോക്കാം. ക്യാഷ്യൂനറ്റ് നോട്ട് ഷെൽഡ് ഓർ പീൽഡ്. ഫസ്റ്റ് അഗ്രികൾച്ചറിന്റെ സപ്ലയർ അഗ്രികൾച്ചറിസ്റ്റ്, റെസിപ്പിയന്റ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ ഒരു ക്യാഷ്യൂനട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അത് റിവേഴ്സ് ചാർജ് ആയിട്ട് GST അടക്കണം. നെക്സ്റ്റ് BD റാപ്പർ ലീവ്സ്, അഗ്രികൾച്ചറിസ്റ്റ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ. ഈ BD റാപ്പർ ലീവ്സും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് അത് വാങ്ങുന്നതെങ്കിൽ അത് റിവേഴ്സ് ചാർജ് ആയിട്ട് അടക്കണം. നെക്സ്റ്റ് ടുബാക്കോ ലീവ്സ് സപ്ലയർ അഗ്രികൾച്ചറിസ്റ്റ് റെസിപ്പിയന്റ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ ഈ ഏത് രജിസ്റ്റേർഡ് പേഴ്സൺ ആയാലും അദ്ദേഹം റിവേഴ്സ് ചാർജിൽ GST അടക്കണം. നെക്സ്റ്റ് സിൽക്ക് യാം എനി പേഴ്സൺ ഹു മാനുഫാക്ചേഴ്സ് സിൽക്ക് യാം ഫ്രം റോ സിൽക്ക് ഓർ സിൽക്ക് വോം കോക്കോൺസ് ഫോർ സപ്ലൈ ഓഫ് സിൽക്ക് യാം. അപ്പോൾ ഈ സിൽക്ക് യാം ആണെങ്കിൽ എനി രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ എനി രജിസ്റ്റേർഡ് പേഴ്സൺ അത് GST റിവേഴ്സ് ചാർജിൽ അടക്കണം. നെക്സ്റ്റ് റോ കോട്ടൺ അഗ്രികൾച്ചറിസ്റ്റ് സപ്ലൈ ചെയ്ത് എനി രജിസ്റ്റേർഡ് പേഴ്സൺ. ആരാണോ രജിസ്റ്റേർഡ് പേഴ്സൺ അദ്ദേഹം GST അടക്കണം. ഇപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ബൈ ചെയ്യണമെങ്കിൽ GST അടക്കേണ്ട ആവശ്യമില്ല. രജിസ്റ്റേർഡ് പേഴ്സന്റെ കാര്യം മാത്രമേ GST നമ്പർ ഉള്ള രജിസ്റ്റേർഡ് പേഴ്സൺ മാത്രമേ ഈ റിവേഴ്സ് ചാർജ് അടച്ചാൽ മതി. നെക്സ്റ്റ് കേസ് സപ്ലൈ ഓഫ് ലോട്ടറിയുടെ കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി ഓർ എനി ലോക്കൽ അതോറിറ്റി. കാരണം നമുക്കറിയാം സപ്ലയർ എപ്പോഴും ഗവൺമെന്റ് ആയിരിക്കും. GST റിവേഴ്സ് ചാർജിൽ അടക്കേണ്ടത് ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടർ ഓർ സെല്ലിംഗ് ഏജന്റ്. അല്ലെങ്കിൽ ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടർ ഇത് GST റിവേഴ്സ് ചാർജിൽ അടക്കണം. നെക്സ്റ്റ് യൂസ്ഡ് വെഹിക്കിൾ സീസ്ഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ് ഗുഡ്സ്, ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്സ്. ഈ ഒരു കേസിൽ സപ്ലയർ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി. ഈ ഒരു കേസിൽ അത് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചാർജിൽ അടക്കണം. ഇത് എപ്പോഴും നോക്കണം. ഇവിടെ സപ്ലയർ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി. ഇത് യൂസ്ഡ് വെഹിക്കിൾ, സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ, സീസ്ഡ് ഓർ കോൺഫിസ്കേറ്റഡ് ഗുഡ്സ്, ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്സ്. ഇത് സപ്ലയർ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ മാത്രമേ ഇത് റിവേഴ്സ് ചാർജ് അടച്ചാൽ മതി. പക്ഷെ നോർമൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് ചാർജ് അടക്കണ്ട. നെക്സ്റ്റ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്. ഇത് സപ്ലൈയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താണെന്ന്. അത് സപ്ലയർ സെല്ലർ ബാങ്ക് ആയിരിക്കും. അപ്പോൾ ബയ്യർ ബാങ്ക് എപ്പോഴും റിവേഴ്സ് ചാർജ് അടക്കണം. ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് ബാങ്കുകൾ തമ്മിലായിരിക്കും അത് എപ്പോഴും ഡീൽ ചെയ്യണത്. അപ്പോൾ എപ്പോഴും ബയ്യർ ബാങ്ക് ഇത് റിവേഴ്സ് ചാർജ് അടക്കണം. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ റിവേഴ്സ് ചാർജ് വന്ന് ഇത്രമാണ്. 8 ഐറ്റം ഉണ്ട്. ഈ 8 ഐറ്റമാണ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിലിറ്റി വരുന്നത്. ബാക്കി ഒരു ഗുഡ്സിന് റിവേഴ്സ് ചാർജ് അടക്കണ്ട. ഇത്ര ആക്ടിവിറ്റീസ് മാത്രമേ റിവേഴ്സ് ചാർജിൽ കവർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സെക്ഷനാണ് സെക്ഷൻ 9(3). സെക്ഷൻ 9(3) ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 5(3) ഓഫ് IGST ആക്ട്. ഇത് രണ്ടും സെയിം ആണ് പറയുന്നത്. 9(3)ലും 5(3)ലും സെയിം ആക്ടിവിറ്റീസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ റിവേഴ്സ് ചാർജ് ഓൺ സർവീസസ് പഠിക്കാം. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഗുഡ്സിന്റെ കേസിൽ ഇന്ന് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിവേഴ്സ് ചാർജിന്റെ
സർവീസസ്, ഏതൊക്കെ സർവീസസ് ആണ് റിവേഴ്സ് ചാർജിൽ വരുന്നതെന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.